നമസ്തേ, നമസ്കാരം. അപ്പോൾ മനുഷ്യത്തുള്ളിടത്ത് എന്ത് വർഗീയത? ഈ ഒരു ചിത്രത്തിൽ വർഗീയത ഉണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റാണ്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമയായിട്ട് തന്നെ എടുക്കുക എന്നുള്ള കാര്യമാണ് പ്രേക്ഷകരടക്കം പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റിവ്യൂ കണ്ടു നോക്കുക. പടം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടായിരുന്നു? ലാലേട്ടൻ്റെ അഭിനയിക്കുന്നു എണക്കാത്തിരിക്കുന്നു. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? നല്ല പടം സിനിമയുണ്ട്, അടിപൊളി. ഇഷ്ടപ്പെട്ടായിരുന്നു? ഡിഗ്രേഡ് അടിക്കുന്നുണ്ടല്ലോ മീഡിയ, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മോശമാണെന്ന രീതിയിൽ, ചിത്രം മോശമാണെന്ന രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നു. സിനിമ മോശമാണെന്ന രീതിയോട് നമുക്ക് അങ്ങനെ പറയാം. വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പൊതുവെ പറയുമ്പോൾ നമ്മളൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ, കലാകാരന്മാർ. ശരിക്കും ഈ ഒരു സിനിമയായിട്ട് എടുത്താൽ മതി അല്ലേ? അത് അങ്ങനെ കരുതിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓരോരുത്തരും പറയുമ്പോഴും വളരെ താഴ്മയിൽ. ഇപ്പോൾ എനിക്ക് പൃഥ്വിരാജിനെ കുറിച്ച് എനിക്ക് സംസാരിക്കുമ്പോൾ പണ്ട് പറ്റിയൊരു അബദ്ധം ഓർക്കുക. അതായത് ഞാൻ ഒരു പ്രത്യേക തൊഴിലാളികളുമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വരുമ്പോൾ പൃഥ്വിരാജും നമ്മുടെ ഒരു കഥകളി നടനും കൂടി ഒരു സ്ഥലത്ത് സാധാരണ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ഞങ്ങൾ സാധാരണ കയറുന്ന സ്ഥലത്താണ്. അന്ന് കൃത്യം ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് ഈ മറ്റേ പഴയ കാരണവരായിട്ടുള്ള ആളെ കണ്ട് ഞാൻ വിഷ് ചെയ്ത് സംസാരിച്ചു. പക്ഷേ ഈ പുള്ളി എന്നോട് ഹലോ വെച്ചിട്ട് പോലും തിരിച്ചു പറയാൻ പറ്റിയില്ല. അദ്ദേഹം സംസാരിച്ചില്ലെന്നാണ് പറയുന്നത്. അല്ലല്ല, ഇദ്ദേഹത്തിന് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും മനസ്സിലുണ്ട്. ഒന്ന് നേരിൽ കണ്ട് നേരിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വിഷയം തുറന്നു പറയും. തീർച്ചയായിട്ടും പൃഥ്വിരാജ് നൽകിയിരിക്കുന്ന ഈ ഒരു മലയാള ചിത്രം ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന മൊമെന്റ്സ്. നമ്മളിപ്പോൾ ഈ പല കലകളെയും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കണ്ട. ഈ തനത് രീതി എന്ന് പറയില്ലേ, അത് മതി. മോഹൻലാലിന് ഈ ഒരു ചിത്രത്തിൽ ഒത്തിരി ഡയലോഗ് കുറവാണ് എന്ന് പറയുന്നത് ശരിയാണ്? ഡയലോഗ് എന്തിനാ, ആക്ഷൻ മതിയല്ലോ, ഡയലോഗിൽ എന്തിരിക്കുന്നു? അല്ല, ഈ ഡയലോഗ് എന്ന് പറഞ്ഞു പോകുമ്പോൾ അതൊരു വല്ലാത്തൊരിതിലേക്ക് വരും. കാരണം നമ്മൾ കണ്ടിട്ടുള്ള കുറേ ഒരു കഥാപാത്രം കുറേ വലിയ ഡയലോഗ് കൊണ്ടൊന്നും അവസാനം നിർത്തുന്നതല്ല. ചില അതിൽ പ്രത്യേക ചില നടന്മാരെയൊക്കെ ഉണ്ട് ഭാവ അഭിനയം കൊണ്ട്. അതെ, അത് ലാലേട്ടൻ വേറെ ലെവലാണ്. അതെ, അയ്യോ, എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇത്രയും ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു കാണാനായിട്ട്. വട്ട വെയിറ്റിംഗ് പറഞ്ഞാൽ കിട്ടിയില്ല, ടിക്കറ്റ് കിട്ടിയില്ല, അത് നോക്കി ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ സിനിമയായിട്ട് മാത്രം കണ്ടാൽ മതി, അല്ലാണ്ട് അതിൽ നമ്മൾ വേറെ ഒന്നും ചകഞ്ഞൊന്നും പോകേണ്ട കാര്യമില്ല. ഒരു ഇംഗ്ലീഷ് സിനിമ മലയാളത്തിൽ ഇങ്ങനെയൊരു സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല. പൃഥ്വിരാജിനെ നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഒരു പുലിക്കുട്ടി എന്ന് പറയണമല്ലോ, എന്താ പറയട്ടെ, മേലെ എന്ന് പറയണം. അതുപോലെ എടുത്തു വെച്ചേക്കുമല്ലേ ഈ പടം. നമ്മൾ അതിനെ അങ്ങനെ കണ്ട് അംഗീകരിച്ചാൽ മതി. ഒരു വിമർശനത്തിന് ഇവിടെ പ്രസക്തിയില്ല. അത്ര ഒരു ഉഗ്രം പടം. പഴയ കാലത്ത് നടന്ന എന്തോ ഒരു സംഭവം ഇതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വർഗീയതയെക്കുറിച്ച്. അയ്യോ, ഞാൻ പറയുന്നത് മനസ്സിലുള്ളവർക്ക് മാത്രമായിട്ട് തോന്നുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ അതിനെ അങ്ങനെ ഒന്നും കണ്ട. ഒരു നല്ലൊരു സിനിമ മലയാളത്തിന് എന്നും ഓർത്തിരിക്കുക. ഇനി എത്ര തലമുറകൾ വന്നാലും അവർക്കും ആസ്വദിക്കാൻ പറ്റിയൊരു സിനിമയാണ് പൃഥ്വിരാജ് എടുത്തു വെച്ചേക്കുന്നത്. പൃഥ്വിരാജിന്റെ സംവിധാനം ഒരു നടനെന്നുള്ള രീതിയിൽ പണ്ടേ നമ്മുടെ മനസ്സിൽ കയറിയ ഒരാള്, തെളിയിച്ചു കഴിഞ്ഞ ആളാണ്. ഇനി ഒന്നിനും പുള്ളീനെ പുറകോട്ട് ആക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരാളാണ്. വേറെ ലെവല്. അതുകൊണ്ട് വരെ അത് നമ്മൾ ഒരുവിധപ്പെട്ട സിനിമയൊക്കെ നമ്മൾ വിചാരിക്കാം ഇത് TV-യിൽ വീട്ടിൽ നിന്ന് കണ്ടാലും മതിയെന്ന് വിചാരിക്കും. ഇതൊരിക്കലും നമുക്ക് തിയേറ്റർ നമ്മുടെ വീട്ടിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു പടമല്ല. നമുക്ക് ഇവിടെ തന്നെ വന്ന് കാണേണ്ട ഒരു പടം. ഉഗ്രം പടം. നല്ലൊരു മൂവിയാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വേണ്ട ഒരു മൂവിയാണ്. ഓക്കെ, അതിനകത്ത് നല്ലൊരു മെസ്സേജ് ഉണ്ട്. മോഹൻലാലിന് ചെറിയൊരു ഡയലോഗ് ഉള്ളതല്ല, അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കും. എന്നാലാണ് സിനിമ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. സിനിമ എല്ലാവരും കാണുന്നു. ഞാൻ എന്നെക്കുറിച്ചിട്ട് എന്താണെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയുന്നത് സിനിമ എന്നുള്ള നല്ലൊരു മെസ്സേജ് കൂടി ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വിജയമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു മൂവി, നല്ലൊരു മെസ്സേജ് ഉണ്ട്. ശരിക്കും ലാലേട്ടൻ്റെ അഭിനയമൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു? ലാലേട്ടൻ്റെ അഭിനയം നന്നായിരുന്നു. നല്ല അഭിനയമാണ്. ഡയറക്ഷൻ ഇസ് എ ബ്യൂട്ടിഫുൾ. ഇങ്ങനെ ഒരു മൂവി വേണം. അത് ഇതേപോലത്തെ ഒരു മെസ്സേജിൽ കൂടിയ ഇങ്ങനൊരു മൂവി വേണം. ശരിക്കും മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു വലിയൊരു പൊൻതൂവലാണ് അല്ലേ? ഷുവർ, 100%. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നോമ്പ് കഴിഞ്ഞ് ഇന്ന് രാവിലെ വരണമെങ്കിൽ, രണ്ടാം പെരുന്നാൾ രാവിലെ വരണമെങ്കിൽ അതിൽ എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത് കണ്ടത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തിൽ വർഗീയതയെ മാനിക്കുന്ന രീതിയിൽ ഒത്തിരി ആളുകൾ ഡീഗ്രേഡ് അടിക്കുന്നുണ്ട്. മനുഷ്യത്വമുള്ളിടത്ത് എന്തിനാണ് വർഗീയത? ഇതിനകത്ത് വർഗീയതയല്ല, അത് അതാ പറഞ്ഞത്. ഇതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. മനസ്സിലാക്കണം, നമ്മൾ നാട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളൊരു മെസ്സേജ്. അത് ആണെന്ന് നോക്കണ്ടേ, എന്നാലും നമുക്ക്
നമ്മൾ അടുത്ത തലമുറയെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് അതിൽ ചിന്തിക്കണം. ഒരൊറ്റ ക്വസ്റ്റ്യൻ, ഈ ഒരു ചിത്രം കണ്ടുകൊണ്ട് മാത്രം മനുഷ്യത്വം ഇല്ലാതെയായി പോയി എന്ന് പറയാവോ? ഇല്ല, തീർച്ചയായിട്ടും ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു സിനിമ മാത്രമല്ല, ഒരിക്കലും മനുഷ്യ അങ്ങനെ പറയാനേ പാടില്ല. ഞാൻ പറഞ്ഞില്ല, വീണ്ടും ഞാൻ പറയുന്നത് ഇതൊരു മെസ്സേജാണ്, എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു മെസ്സേജ് ഇതിനകത്തുണ്ട്. അത് മനസ്സിലാക്കി നമ്മുടെ നാടിനെ നമുക്ക് കൈകോർത്തി പിടിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ ആശംസ, പെരുന്നാൾ ആശംസ. താങ്ക് യു.